ഇതാണ് ബാംബു ഫോറസ്റ്റ്. കൂർഗിൽ നമ്മൾ സന്ദർശിക്കേണ്ടിയിരുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണിത്. ഏകദേശം 64 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു പാർക്കാണിത്. ഇത് തൂക്കുപാലം വഴിയാണ് നമ്മൾ ഇതിൻ്റെ പ്രവേശനം സാധ്യമാകുന്നത്. കാവേരി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് ഒരു മാന, മുയൽ, മയിലുകൾക്ക് വേണ്ടിയിട്ടൊരു പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. സന്ദർശിച്ചിരിക്കേണ്ട മാസങ്ങൾ നവംബർ, ഡിസംബറാണ്. ഞങ്ങൾ ഏകദേശം ഒരു മഴക്കാലത്താണ് പോയത്. മഴക്കാലത്ത് ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും അത്ര പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും ഫാമിലിയായിട്ടും ഗ്രൂപ്പായിട്ടും വളരെ സമാധാനപരമായി വന്നിരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലഘുഭക്ഷണശാലകളൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. ഐസ്ക്രീമിൻ്റെ ചെറിയ സ്റ്റാളൊക്കെ ഉണ്ട്. ഇതാണ് കാവേരി മാത. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ അർച്ചനയൊക്കെ അർപ്പിക്കാറുണ്ട്. ഇട തുറന്ന മുളകളും കാണാം. നമുക്ക് ഇതിൻ്റെ ഏറുമാടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ വ്യൂവിലേക്ക് പോയി നോക്കാം. ഏകദേശം 64 ഏക്കറിൽ പടർന്നു കിടക്കുന്നൊരു സ്ഥലമാണിത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളേരിയ. ബാംബു ഫോറസ്റ്റ് എന്ന് പറയും പോലെ ബാംബുവിൻ്റെ ഒരു ഫോറസ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. വളരെ സമാധാനപരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഓരോ ഏരിയയിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോൾ ഓരോ ഏരിയയിലേക്കായിട്ട് അതിൻ്റെ ഓരോ സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറുമാടത്തിൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. 64 ഏക്കർ ഇങ്ങനെ നടന്ന് കാണാമെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ്. വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇതാണ് അതിൻ്റെ മുൾക്കാടുകളൊക്കെ. അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു ഏടുമാടത്തിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ. ഇതാണ് അതിൻ്റെ ഉള്ളേരിയ. നല്ല രസമാണ്. നല്ലൊരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ കുറേ നേരം ഇരിക്കാൻ പറ്റും. നല്ല ശുദ്ധമായ എയറും കാര്യങ്ങളൊക്കെ. ഇതാണ് അതിൻ്റെ ഒരു ആനിമലിൻ്റെ ആയിട്ടുള്ളൊരു പാർക്ക്. മെയിനായിട്ട് മാനും മുയലും മയിലുകളുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആകർഷണം. ഇത് പുള്ളിമാനൊക്കെ അവിടെ ഉണ്ട്. പുള്ളിമാനെയൊക്കെ ശരിക്കും കാണാം തൊട്ടടുത്ത്. ഇതാണ് ഏറുമാടത്തിൻ്റെ സെറ്റപ്പ്. ഇവിടെ കയറി നമുക്ക് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് ആണ് കാവേരി നദിയുടെ സൈഡ്. മഴക്കാലമായാലും നല്ല വെള്ളമുള്ള കാരണം ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ബോട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആന സവാരികളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് ഏറ്റവും നല്ല സന്ദർശക സമയം എന്ന് പറയുന്നത് ഡിസംബർ, നവംബർ മാസങ്ങളാണ്. ഇവിടെ ശനി, ഞായർ ദിവസങ്ങളിൽ പെർ ഹെഡ് ഒരാൾക്ക് 60 രൂപയാണ് പാസിങ്. സന്ദർശന സമയം എന്ന് പറയുന്നത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണത്. ഇതൊക്കെ അവിടെ കൂർഗിലെ ഓരോ കൾച്ചറൽ